ഇനി ഇസ്രായേൽ തകരും. എന്തുകൊണ്ട്? ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ സുഖലോലുപതയിലെത്തി. ഇനി അവർക്ക് തകർച്ചയുള്ളൂ, നീ ജയിക്കൂല. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തീർക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇസ്രായേൽ പട്ടാളം സുഖലോലുപരാണ്. പണ്ട് 6 സോണ തീർത്ത് 6 ഡേ വാർ, ലക്ഷക്കണക്കിന് അറബികളെ മലർത്തി അടിച്ചു. എന്തുകൊണ്ട്? ദരിദ്രരാണ്, ആരും സഹായിക്കല്ല. മനസ്സിലായി പറഞ്ഞത്? ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ സുഖലോലുപരാണ് അവര്. ഏറ്റവും വലിയ ലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ സുഖലോലുപരാണ് സിയോണിസ്റ്റുകൾ. അതുകൊണ്ട് ഇനി അവർക്ക് പരാജയത്തിന്റെ നൂറ്റാണ്ടാണ് വരാൻ പോണത്. പരാജയം തന്നെ. സുഖലോലുപത. ഇനി ഒരു ജനത ജയിക്കുകയാണെങ്കിൽ അത് ഷാമികളായിരിക്കും. ജയിക്കൂര്. 3 ജനതയെ പിടിച്ചോളി. 1 ഫലസ്തീനികൾ, 1 സിറിയക്കാർ, 1 യമനികൾ. ഈ ജനതയെ പിടിച്ചോളി. ഈ ജനത ലോകം കൈവശപ്പെടുത്തും. എന്തുകൊണ്ട്? കൈവശപ്പെടുത്തേണ്ട ആളുകൾക്കുണ്ടായ അടിസ്ഥാന യോഗ്യത അവർക്കുണ്ട്. എന്താണ് അടിസ്ഥാന യോഗ്യത? പട്ടിണി. ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിട്ടുണ്ട്. അതന്നെയാണ് ബദർ. അള്ളാഹു വരെ കൂടെ നിന്നു. ആരെ കൂടെ? ചെറിയ സംഘത്തിൽ. എന്തുകൊണ്ട്? അവർക്ക് എന്താണ്? താലൂത്തിന്റെ കൂടെ പോയ ആളുകൾക്ക് അള്ളാഹു വെള്ളം വരെ നിഷേധിച്ചു. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني. താലൂത്തിന്റെ കൂടെ ഇസ്ലാമിക സമൂഹം യുദ്ധത്തിന് പോയി. BC 1000, BC 10 നൂറ്റാണ്ടിൽ. അപ്പോൾ അള്ളാഹുവിന്റെ നിയമം വന്നു. എന്താ നിയമം? فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر. അള്ളാഹു യോദ്ധാക്കളെ അള്ളാഹു ഒരു പുഴ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. فمن شرب منه فليس مني. അതിൽ നിന്ന് കുടിച്ചവർക്ക് ഇന്ന് യുദ്ധത്തിന് വരാൻ കഴിയില്ല. ഭക്ഷണവും ഇല്ല, എന്തുമില്ല. ഇങ്ങോട്ട് വെള്ളം മുറിച്ചെടുക്കും വേണം. പുഴ കിടക്കുക, വെള്ളം കുടിക്കാൻ പാടില്ല. പറ്റിയാൽ ഒരു കൈ കൊണ്ട് എടുത്തോണ്ട് അങ്ങനെ കുടിക്കുക. ഇവര് വെള്ളം മുറിച്ചടന്ന് ജോർദാൻ നദി മുറിച്ച് കിടന്ന് പോവുക. അരി സൈന്യം, താലൂത്തിന്റെ കീഴിലുള്ള സൈന്യം. അതാണ് അൽ ബക്കർ പറഞ്ഞത്. ജോർദാൻ നദി മുറിച്ച് കടന്ന് പോവുക. ആ മുറിച്ച് കടന്ന് പോകുന്ന നേരത്ത് പറ്റക്കുഴങ്ങിയവർക്ക് എന്ത് ചെയ്യാ? എന്ത് ചെയ്യാ? ഒരു കൈക്കുമ്പിൾ തന്നെ ഇത്ര പറ്റൂല. ബിയദൈഹിയല്ല, ഇല്ലാ മൻ യഗ്തറഫ ഉർഫതൻ ബിയദിഹി. ഒരു കൈ കൊണ്ട് അണ്ണാക്കൊന്ന് നനച്ചാൽ മതിയാവും. അത്ര മതി. പറ്റൂല. ഫലമ്മാ ജാവസഹു വല്ലദീന ആമനൂ മഅഹു. എന്നാ കുറച്ച് ആളുകൾ വെള്ളം കുടിച്ചു. പുഴ കടന്നപ്പോൾ അവർ താലൂത്തിനോട് പറഞ്ഞു, ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് വയ്യ. അപ്പൊ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. അങ്ങോട്ട് കുടിച്ചു. ദാഹമുണ്ട്, പാളാർച്ച വെള്ളം കുടിച്ചു. നദി വിട്ട് കടന്നപ്പോൾ ഇത്ര പച്ച മലയാളം പോലെയാണ് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. താലൂത്തിന്റെ കൂടെ പുഴ കടന്നപ്പോൾ ഭൂരിഭാഗം സൈനികരും പറഞ്ഞു, ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. ഞങ്ങൾക്ക് ഇന്നൊരു ആരോഗ്യം എടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് കഴിയില്ല, വയ്യ, ഞങ്ങളിവിടെ കിടക്കുക. മാട്ടുന്ന അപ്പൊ കുറച്ചാളുകൾ വെള്ളം കുടിച്ചിട്ടില്ല. അള്ളാഹുവിനെ കാണേണ്ടി വരും, അവന്റെ നിയമം പാലിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കിയ വെള്ളം കുടിക്കാതെ പോകുന്ന കുറച്ചാളുകൾ പറഞ്ഞു,
ഇതിനില്ല. ചെറു സംഘങ്ങളാണല്ലെങ്കിലും വലിയ സംഘത്തെ ജയിച്ചത്. നമുക്ക് പോകാം. അവർ പോയി, അവർ ജയിച്ചു. ഒരു അഭിപ്രായ പ്രകാരം ബദരീങ്ങളെണ്ണ കൊന്നിട്ടുള്ളൂ. 70,000 ആളുകൾ പുഴ കടന്നപ്പോൾ പിന്നെ താലൂത്തിൻ്റെ കൂടെ ഉള്ളത് ബദരീങ്ങളെണ്ണാണ്. അതായത് 300 പുഴ കിടക്കോളം എത്ര ആളുണ്ട്? 70,000. അപ്പുറത്ത് 2 ലക്ഷം. ഗോളിയാത്തിനോട് യുദ്ധത്തിനാണ് അവർ പോണത്. ബൈബിളിലുണ്ട് ഈ സംഭവം. ഗോളിയാത്തിനോട് യുദ്ധത്തിന് പോകുന്ന ഇവർ 70,000, ഗോളിയാത്തിന്റെ പല 2 ലക്ഷം. യുദ്ധത്തിന് പോവാണ് ഇവർ. പുഴ കിടന്നപ്പോ പിന്നെ എത്രയായി? 303. ബാക്കി അവിടെ പുഴമാട്ടപ്പോൾ കിടന്നു. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് വയ്യ. നാളെ ആണെങ്കിൽ പോലെ എന്നാവൂല. വയ്യ. ആളാണ് കുടിച്ചു നോക്കുമ്പോൾ ഒരു സുഖം കിട്ടി. എന്നാ അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു? ഓരോട് കിടന്നോട്ടെ. നമ്മളതിന് പോലെ കണക്കാക്കണമല്ലോ. നമുക്കിതിരെ മടങ്ങി പോരാൻ വേണ്ടി പോവുകയാണ്. ഇക്ക പോലെ ആർക്ക് വേണ്ടി? ഉള്ള നമുക്ക് പോവുക. അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ ചെറു സംഘവും വലിയ സംഘത്തെ ജയിക്കും. പോവാ. فلما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. അപ്പോൾ അവർ യുദ്ധക്കളത്തിലേക്ക് അടുത്തപ്പോൾ അവർ പറഞ്ഞു, അല്ലാ, ഞങ്ങൾ കുറച്ച് 300 ആളേ ഉള്ളൂ. അവർ 2 ലക്ഷം. ഇന്ന് ഞങ്ങളെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചത്. അഫ്രിഗ് അലൈനാ സബ്റ, ഞങ്ങൾക്ക് ക്ഷമ നീ ചൊരിച്ചിരുന്നു. കുറച്ചൊന്നും ക്ഷമ പോരാ. ഞങ്ങൾക്ക് എണ്ണമില്ല, ഞങ്ങൾ 300 ആളേ ഉള്ളൂ. അവരോ 2 ലക്ഷം. അപ്പൊ ഞങ്ങൾ ചരിച്ചിരുന്നു. എന്ത് കുറച്ചൊന്നും ക്ഷമ തന്നാ പോരാ. ഞങ്ങൾക്ക് നീ ക്ഷമ. അഫ്രിയഖ് മനസ്സിലായി? അഫ്രിയഖ് ഞങ്ങൾക്ക്. ഒരാൾ വെള്ളം കുടിക്കുന്ന പാത്രത്തിലേക്ക് ഒരാൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനാണ് ആ പറഞ്ഞ വാക്ക് ഇഫ്രാഖ്. അഫ്രിയഖ് ചൊരിച്ചിരണം. അലീന ഞങ്ങളെ മേൽ സുബ്രൻ ക്ഷമ. വസബ്ബിത് അഖ്ദാമന ഞങ്ങളെ കാൽപാദങ്ങളെ ഉറപ്പിച്ചിരുന്നു. ഇതിനില്ല. ഗോളിയാത്തിന്റെ 2 ലക്ഷമുള്ള സൈന്യത്തെ ഇവരാണ് പരാജയപ്പെടുത്തിയത്. പാഞ്ഞാൻ തെളിയിച്ചു കണ്ടത്. കാരണം ഇവരും മറ്റൊരു മനസ്സിലാക്കി, ഇതിൻ്റെ ഒരു സാമ്പിളായിരിക്കും ബാക്കിൽ രാജ്യാതി ഉണ്ടാവും. ആദ്യം തന്നെ ദ്വന്ദ്വ യുദ്ധം തുടങ്ങിയത് ജാലൂത്തും ദാവൂദും തമ്മിൽ അലൈഹിസ്സലാം. തമ്മാടിയായ താലൂത്തിനോട് ദ്വന്ദ്വ യുദ്ധത്തിന് ഇറങ്ങിയ ആര്? ദാവൂദ്. അന്ന് ദാവൂദ് നബി അല്ല അലൈഹിസ്സലാം. ദാവൂദിൻ്റെ കയ്യിൽ എപ്പോഴും ദാവൂദ് ആട്ടിടയനാ. എപ്പോഴും എന്തുണ്ടാവും? കുറുനരിയെയും കുറുക്കനെയും ഓടിക്കണ ഒരു കവണുണ്ട്. ആ കവണയിൽ കല്ലിടും. കല്ലിട്ട് ചുഴറ്റിയ കൃത്യമായിരിക്കും. അപ്പൊ ദാവൂദ് എന്ത് ചെയ്തു? അലൈഹിസ്സലാം. അന്ന് ദാവൂദ് നബി അല്ല അലൈഹിസ്സലാം. ഈ ഗോളിയാത്തിന് ഇറങ്ങി. ഗോളിയാത്ത് ഭയങ്കര ഫയൽമാനാണ്. ദാവൂദ് വളരെ കസീറുൽ ഖാമ, ചെറിയ മനുഷ്യനാണ്. ഗോളിയാത്തിനൊരു അടിക്ക് തകയില്ല. എന്ത്? ഗോളിയാത്ത് കൈയടിച്ചൊരു ഒറ്റ അടി അടിച്ച തീരുന്ന ആളാണ് ആര്? ദാവൂദ്. പക്ഷെ അള്ളാഹു ദാവൂദിനെ സഹായിച്ചു. വെള്ളം കുടിക്കാതെ പോകുന്നതാണ്. അതിനടുത്ത് ചേറ്റി ഒരൊറ്റ ചത്തു. അപ്പോൾ അവരുടെ സൈന്യം പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് എങ്ങനെ കഴിവുണ്ടെങ്കിൽ നമ്മൾ ജീവൻ കളയണ്ട. നമ്മൾ ബപ്പന്റെ വലത്തിലാണ് വരുന്നത്. ആര്? ഒരു 100 ആളെ ഒറ്റടിക്ക് തല്ലുന്ന ആളാണ് ആര്? ജാലൂത്ത്. ആ ജാലൂത്തിന്റെ ധൈര്യത്തെ നമ്മൾ വന്ന് ഇവര് പാഞ്ഞ എന്ത് സമർപ്പിക്കുന്ന ജനതയെ അത് സഹായിക്കും. അല്ലാഹു അറബികളെ സഹായിക്കില്ല. അവര് കള്ളപ്പരീക്ഷകളാണ്. അറബികളെ സഹായിക്കില്ല. അറബികൾ മാത്രമാണ് ഇന്ന് മുസ്ലിങ്ങൾ ശാപം. അറബികൾ മാത്രമാണ്. സുഖലോരുകൾ അറബികളൊന്നും സഹായിക്കില്ല. അടുത്തൊന്നും സഹായിക്കില്ല. മഹ്ദി ഇമാമ് അവരിൽ നിന്നുള്ള പട്ടാളവും ആവൂല. അത് ഷാമികളായിരിക്കും. അവർ ലോകത്ത് മാറ്റം കൊണ്ടുവരും. 21-ാം നൂറ്റാണ്ടിലും നീതി നടപ്പിലാവുകയാണെങ്കിൽ അത് ഷാമി ജനതയിലേക്ക് മഹ്ദി ഇമാം വരലാണ്. അതന്നെ. അല്ല കുട്ടികളെ, ഞാൻ പറയട്ടെ, ഈസ നബി ഇറങ്ങി വരാൻ നല്ല മക്കത്ത് നല്ല ബർക്കത്തിൽ അന്ന് ഇറങ്ങി. നമ്മളെ മറ്റേ എന്താ അവിടെ ബുർജ് എന്തേലും വലിയ ക്ലോക്ക് ടവർ, അവിടെ നിന്ന് ഷവർമയൊക്കെ തിന്ന്. അപ്പം അച്ഛന് മുറുക്കുമായി നമ്മളെല്ലാം
ചെന്ന് നമ്മളെ കൂടുതൽ ഹാജിമാരൊക്കെ പയങ്ങി